ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മളെ ഹോണ്ടയുടെ ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ടാണ് കയറ്റിയത്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ടേ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ചെക്കപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ലൈനർ ഒറിജിനൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ലൈനർ ഉപയോഗിക്കാനുണ്ട്. നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ക്യാമൊക്കെ നല്ല ടൈറ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. ഈ സർവീസും കൂടി നമുക്കത് ഉപയോഗിക്കാം. അടുത്ത സർവീസിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അടുത്ത സർവീസ് എന്തെങ്കിലും മാറേണ്ടി വരും. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും എത്തിയിട്ടില്ല. നമുക്ക് ഓൾറെഡി ഇതിപ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ എയർ ഫിൽറ്റർ തന്നെയാണ്. നമുക്ക് കിലോമീറ്റർ ആയിട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ചിനകത്ത് നമ്മൾ വേറെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് വർക്ക് ചെയ്താണ് അതിൻ്റെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളോ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ക്ലച്ചിൻ്റേതായിട്ടുള്ള ആ വർക്ക് ചെയ്തതിൻ്റെ പൊടി ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ ആയാലും അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്താൽ മതി. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴായാലും ബെൽറ്റ് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ, വലിയ കുഴപ്പമില്ല. നമുക്ക് ഇടയ്ക്ക് എപ്പോഴും നമ്മൾ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നും. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റ് കാര്യങ്ങളൊക്കെ ആയാലും തേയ്മാന കാര്യങ്ങളൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ളൂ. ഇതെൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ്. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ക്ലച്ച് സെറ്റ് ബാക്കിൽ തന്നെ ക്ലച്ച് സെറ്റ് വെയിറ്റ് സെറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് അത്യാവശ്യം ചെറിയ തുരുമ്പിൻ്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അഴിച്ചൊന്ന് ഗ്ലീസ് ചെയ്ത് റീസെറ്റ് ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞേക്കുന്നതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യണുണ്ട്. കാർബറേറ്റർ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്ലോ ജെറ്റൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ആയിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ക്ലീനറൊക്കെ നല്ല രീതിയിൽ നമുക്കൊന്ന് ക്ലീനർ ഉപയോഗിച്ചിട്ട് കാർബറേറ്റർ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ പ്ലഗ് അഴിഞ്ഞു പോന്നില്ല. കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ പ്ലഗും കൂടിയാണ് നമ്മൾ സാധാരണ മാറ്റേണ്ടി വരാറ്. ഇപ്പോൾ മാറ്റേണ്ട സമയമായിട്ടില്ല, പക്ഷെ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് പ്ലഗ് ഒന്ന് ചെക്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. പക്ഷേ പ്ലഗ് നല്ല ടൈറ്റാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ബലം പിടിച്ചഴിച്ച് ഒരു പക്ഷേ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിലവിൽ നമുക്കിപ്പോൾ കാർബറേറ്ററിൻ്റെ കേസൊക്കെ ഒന്ന് റെഡിയാക്കാം. പിന്നീട് തീരെ സ്റ്റാർട്ടിങ്ങിൻ്റെ കാര്യമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് അഴിക്കാം. പിന്നെ സ്റ്റാർട്ടാകാത്തൊരു സിറ്റുവേഷൻ വന്ന വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ അഴിച്ചു നോക്കാം. ഒടിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് എഞ്ചിൻ ഹെഡ് അഴിച്ചിട്ട് വേണം നമുക്കത് ലേത്തി കൊടുത്ത് അഴിച്ചെടുക്കേണ്ടി വരും. ഈ ഓവർ ഹീറ്റിംഗ് പറഞ്ഞ ഭാഗമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മെറ്റൽ ടു മെറ്റൽ എക്സ്പാൻഡ് ആവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചൂടാവുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ വരാറുണ്ട്. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ തന്നെ. അപ്പോൾ അതിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡാമേജാണ്. അത് ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് മാറ്റിയിടണം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഓൾറെഡി വെട്ടലും കാണിക്കും, ടയറൊക്കെ വെട്ടി തേയും, അതേപോലെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടാം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗം കഴിഞ്ഞാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് മാറ്റേണ്ടി വന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ബുഷായാലും ഓവലായി പോയതാണ്, തേമാനാണ് ഈ കാണുന്നത്. അപ്പോൾ അത് രണ്ടും മാറ്റി റീസെറ്റ് ചെയ്യാം. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, കേബിൾ പൊട്ടിപ്പോയതാണ്. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പ്രകാരം നമ്മൾ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിന് ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററി വോൾട്ടും ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.71 കാണിക്കുന്നുണ്ട്. വോൾട്ട് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ടല്ലോ, ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് സെൽഫുമായി ബന്ധപ്പെട്ട് കാണിക്കും. ആ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് റിപ്പീറ്റ് വരും. കാര്യം ഇപ്പോൾ നമ്മൾ ഒന്ന് ഓടിക്കുമ്പോഴത്തേക്കൊക്കെ സ്റ്റാർട്ടായി കിട്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമുക്ക് വീണ്ടും അത് പ്രോബ്ലംസ് വരും എന്തെങ്കിലും. അപ്പോൾ സെൽഫ് തീരെ എടുക്കാത്ത കണ്ടീഷൻ വരുമ്പോൾ കണക്ക് കൂട്ടാം എന്തെങ്കിലും സംഭവം അത് കംപ്ലയിൻ്റ് ആണെന്നുള്ള കേസിൽ. പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റാണത്. അത്യാവശ്യം നല്ല രീതിയിൽ പൊടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ ഞാൻ ചോക്കിൻ്റെ കേബിളിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോക്ക് കേബിൾ ടൈറ്റാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണേ. കാരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്കത് ക്ലോസ് ചെയ്യാനായിട്ട്.